ബില്ലിനെ ശക്തമായി എതിർക്കുകയാണ് പ്രതിപക്ഷത്തിലുള്ള നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള ബില്ലാണെന്നാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. കെ സി വേണുഗോപാലും അമിത്ഷായും തമ്മിലുള്ള തർക്കവും നമ്മൾ കണ്ടു. പി ആർ സുനിൽ നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും ഉൾപ്പെടെയുള്ളവരെ ലക്ഷ്യം വെച്ചുള്ള ബില്ലാണെന്ന് കെ സി വേണുഗോപാൽ പറയുകയാണ്. ബിൽ വിതരണം ചെയ്യാത്തതിനെതിരെ എൻ കെ പ്രേമചന്ദ്രനും രംഗത്തെത്തുന്നത് കണ്ടു. ഏതായാലും പ്രതിപക്ഷ ബഹളത്തിനിടെ ബിൽ അവതരിപ്പിച്ചിരിക്കുന്നു. JPC-ക്ക് വിടാം എന്നുള്ള ഒരു നിലപാടാണ് അമിത്ഷാ സ്വീകരിച്ചിരിക്കുന്നത്. വിനീത, ഇപ്പോൾ ലോക്സഭാ ബഹളത്തെ തുടർന്ന് 3 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. ബില്ല് ഏതായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഭരണഘടനയുടെ 75-ാം അനുച്ഛേദത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് 130-ാം ഭേദഗതിയാണ് അമിത്ഷാ ഇപ്പോൾ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഏതായാലും ഈ ബില്ല് അവതരണത്തിന്മേൽ നടന്ന ഹ്രസ്വ ചർച്ചയിൽ വലിയ എതിർപ്പാണ് പ്രതിപക്ഷം ഉയർത്തിയത്. മനീഷ് തിവാരി, എൻ കെ പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളൊക്കെ തന്നെ വളരെ ശക്തമായി ബില്ലിനെ എതിർത്തു. കെ സി വേണുഗോപാൽ ഈ ബില്ലിലെ വ്യവസ്ഥകൾ അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ആദ്യം അറസ്റ്റിലാകേണ്ടത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ് എന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞതിനെ എതിർത്ത് ശക്തമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എഴുന്നേൽക്കുകയും താൻ ഒരു നിയമവ്യവസ്ഥയെയും മറികടന്നിട്ടില്ല എന്ന് പറയുകയുമൊക്കെ ചെയ്ത അതിനാടകീയമായ കാഴ്ചകൾ തന്നെയാണ് ലോക്സഭയിൽ കണ്ടത്. അങ്ങനെ വലിയ പ്രതിഷേധ കാഴ്ചകൾ തന്നെയായിരുന്നു. ഏതായാലും ഈ ബില്ല് കൊണ്ടുവരുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്നതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരെ, മുഖ്യമന്ത്രിമാരെ ലക്ഷ്യം വെച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ നീക്കമാണ്. അവിടെ രാഷ്ട്രീയ അസ്ഥിരത്വം ഉണ്ടാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഗൂഢനീക്കമാണ് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം പ്രധാനമായും ലോക്സഭയിൽ ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല, ഭരണപക്ഷത്തുള്ള TDP, JDU പാർട്ടികളിലെ ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും കുരുക്കിയിടാനുള്ള നീക്കം കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ ബില്ലിലൂടെ നടത്തുന്നത് എന്ന് കെ സി വേണുഗോപാലിനെ പോലുള്ള നേതാക്കൾ ശക്തമായി ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ഏതായാലും വലിയ ബഹളമായിരുന്നു. പ്രതിപക്ഷാംഗങ്ങളൊക്കെ തന്നെ സഭയുടെ നടുത്തളത്തിലിറങ്ങി ശക്തമായി ഈ ബില്ലിനെ എതിർക്കുന്ന കാഴ്ചയായിരുന്നു. സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ്, ഭരണഘടനാ മൂല്യങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ്, പാർലമെന്ററി ജനാധിപത്യത്തെ ആകെ തകിടം മറിക്കുന്ന നീക്കമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ബില്ലിലൂടെ നടത്തുന്നത് എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഏതായാലും വലിയ ബഹളത്തെ തുടർന്ന് ഇപ്പോൾ ചോദ്യം വളരെ പ്രധാനമാണ്. കസ്റ്റഡിയിലായാൽ കുറ്റക്കാരെന്ന് എങ്ങനെ വിധിക്കാനാവും? ഇത് എല്ലാ തത്വങ്ങളെയും, ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ എല്ലാം ലംഘിക്കുന്നതല്ലേ ഈ ബില്ലിലെ വ്യവസ്ഥകൾ എന്നാണ് ചോദിച്ചത്. മാത്രമല്ല, ഈ ബിൽ അംഗങ്ങൾക്കിടയിൽ വിതരണം ചെയ്യാതെ അവതരിപ്പിച്ചതിലും വലിയ പ്രതിഷേധം ഉയർത്തുന്നു നമ്മൾ കണ്ടു. എൻ കെ പ്രേമചന്ദ്രൻ ഈ വിഷയം ഉയർത്തിയപ്പോൾ ചർച്ചയുടെ ഘട്ടത്തിൽ ബില്ലിന്റെ കോപ്പി നൽകാമെന്നാണ് അമിത്ഷാ പറഞ്ഞത്. തീർച്ചയായും വിനീത, ഈ ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടണം എന്ന് അമിത്ഷാ തന്നെ ആവശ്യപ്പെടുകയായിരുന്നു. കാരണം ഈ ബില്ല് ഇപ്പോൾ പാർലമെന്റിൽ ഒരു ചർച്ചയിലേക്ക് പോയാൽ അത് 3-2 ഭൂരിപക്ഷത്തിൽ ലഭിക്കാതെ അത് ബില്ല് പാസ്സാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് സർക്കാരിനും നന്നായിട്ട് അറിയാം. ഏതായാലും ഒരു വലിയ രാഷ്ട്രീയ സന്ദേശം നൽകുക എന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. ഏതായാലും എൻ കെ പ്രേമചന്ദ്രനാണ് ഈ ബില്ല് എല്ലാ ചട്ടങ്ങളും മറികടന്നാണ് ഇപ്പോൾ ലോക്സഭയിൽ അവതരിപ്പിച്ചതെന്ന് ചൂണ്ടിക്കാണിച്ചത്. കാരണം ഒരു ബില്ല് അവതരിപ്പിക്കുന്നതിന് മുൻപ് എല്ലാ അംഗങ്ങളെയും അക്കാര്യം അറിയിക്കണം, എല്ലാ അംഗങ്ങൾക്കും അതിന്റെ കോപ്പികൾ വിതരണം ചെയ്യണം, അതിനുശേഷമാണ് ബില്ല് സഭയിൽ കൊണ്ടുവരേണ്ടത്. അത്തരം ചട്ടങ്ങളൊന്നും പാലിക്കാതെ പെട്ടെന്ന് ഈ ബില്ല് ഇങ്ങനെ ലോക്സഭയിൽ കൊണ്ടുവന്നത് ദുരുദ്ദേശപരമാണ് എന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ ചൂണ്ടിക്കാണിച്ചത്. തുടർന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി എഴുന്നേൽക്കുകയും ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിയിലേക്ക് വിടണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. പക്ഷേ സംയുക്ത പാർലമെന്ററി സമിതിയിലേക്ക് വിടുന്നതിനോട് വിയോജിപ്പില്ല. പക്ഷേ ബില്ല് അവതരണത്തിൽ സംസാരിക്കാനുള്ള, എതിർത്ത് സംസാരിക്കാനുള്ള അവകാശം പ്രതിപക്ഷത്തിനുണ്ട് എന്നാണ് പിന്നീട് എൻ കെ പ്രേമചന്ദ്രൻ മറുപടി നൽകിയത്. തുടർന്നാണ് പിന്നീട് ചർച്ചയിലേക്ക് പോയത്. പക്ഷേ ബഹളത്തെ തുടർന്ന് ഇപ്പോൾ ചർച്ച 3 മണിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഏതായാലും ഇന്ന് മനീഷ് തിവാരി അടക്കം ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിനീത, നേരത്തെ നമുക്കറിയാം സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന്റെ നേരത്തെയുള്ള വിധി അനുസരിച്ച് MLA-മാരും MP-മാരും അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടാൽ 2 വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ടാൽ അവരുടെ അംഗത്വം റദ്ദാകും, 6 വർഷത്തേക്ക് അവർക്ക് മത്സരിക്കാനും കഴിയില്ല. അങ്ങനെയൊരു സുപ്രീംകോടതി ഉത്തരവും നിയമ സംവിധാനവും രാജ്യത്ത് നിലവിലുണ്ട്. പക്ഷേ മനീഷ് തിവാരി ചൂണ്ടിക്കാണിച്ചത് ഇപ്പോൾ ഒരു കേസിൽ 5 വർഷം ശിക്ഷ ലഭിക്കാവുന്ന ഒരു കേസിൽ ഒരാൾ അറസ്റ്റിലായാൽ അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കുന്നതിന് മുൻപേ ശിക്ഷ വിധിക്കുന്നതിന് തുല്യമായിരിക്കും ഇപ്പോഴത്തെ ഈ ഒരു നിയമം നടപ്പാക്കിയാൽ, ഈ ഒരു ബില്ല് നിയമമായാൽ എന്നാണ് മനീഷ് തിവാരി ചൂണ്ടിക്കാണിച്ചത്. കാരണം ഒരു കേസിൽ ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. ഒരു 5 വർഷം ശിക്ഷ ലഭിക്കാവുന്ന ഒരു കേസിൽ ഒരു മന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ കസ്റ്റഡിയിലെടുക്കാം. ഏതായാലും രാജ്യത്തെ പ്രധാനമന്ത്രിയെ കസ്റ്റഡിയിലെടുക്കുന്ന, അറസ്റ്റ് ചെയ്യുന്ന ഒരു നീക്കത്തിലേക്കൊന്നും അന്വേഷണ സംവിധാനങ്ങൾ ഒരു കാരണവശാലും പോകില്ല
എന്ന കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികളൊന്നും തന്നെ കേന്ദ്ര മന്ത്രിതലത്തിലൊന്നും തന്നെ തൊടാൻ പോകുന്നില്ല. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അത് ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും സംസ്ഥാനങ്ങൾക്ക് മേലുള്ള ഒരു നീക്കമായി തന്നെയാണ് രാഷ്ട്രീയമായി ഇതിനെ പ്രതിപക്ഷം വിലയിരുത്തുന്നത്. അപ്പോൾ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ മന്ത്രിമാരെയോ മുഖ്യമന്ത്രിമാരെയോ ഒക്കെ തന്നെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ഒരു കേസിൽ ഉൾപ്പെടുത്തി ജയിലിലിട്ടാൽ അവർ പിന്നീട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അല്ലാതായി മാറും. പിന്നീട് ഈ കുറ്റത്തിൽ നിന്നും കുറ്റവിമുക്തരായ ശേഷം മാത്രമായിരിക്കും പിന്നീട് അവർക്ക് തിരിച്ചു വരാൻ കഴിയുക. അപ്പോൾ ഇതൊരു വലിയ അനീതിയാണ്. ഇത് ജനാധിപത്യ അവകാശങ്ങളുടെ ലംഘനമാണ് എന്നാണ് ഇപ്പോൾ മനീഷ് തിവാരി ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും വലിയ പ്രതിഷേധ കാഴ്ചകൾ തന്നെയായിരുന്നു. ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലേക്കുള്ള രാഷ്ട്രീയ നീക്കമാണ് എന്നൊക്കെയാണ് പ്രതിപക്ഷം കുറ്റപ്പെടുത്തിയത്. ഏതായാലും വലിയ ബഹളത്തെ തുടർന്ന് 3 മണിവരെ സഭാ നടപടികൾ നിർത്തിവച്ചിരിക്കുകയാണ്.